ബീഹാർ വോട്ടർ പട്ടിക പുതുക്കൽ സെപ്റ്റംബർ 1 ശേഷവും പരാതികളും അപേക്ഷകളും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കും. സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് തീരുമാനം. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതുവരെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കും. അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട്. അർജുൻ, എന്താണ് വിവരങ്ങൾ? ഈ കരട് പട്ടിക പുറത്തിറക്കിയതിനു ശേഷം അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവർക്കെല്ലാം തന്നെ പരാതികൾ അപേക്ഷകളെല്ലാം സമർപ്പിക്കാൻ സെപ്റ്റംബർ 1 വരെയായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കാലാവധി നൽകിയിരുന്നത്. അതിനുള്ളിൽ എല്ലാ അപേക്ഷകളും എല്ലാ പരാതികളും സമർപ്പിക്കണം. അതിലെന്തെങ്കിലും മാറ്റം, അതായത് ഒഴിവാക്കപ്പെട്ടവരെ തിരിച്ച് പട്ടികയിൽ ഉൾപ്പെടുത്താനും ഉൾപ്പെടുത്തിയവരിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒഴിവാക്കാനും തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അത് ആളുകൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ആർക്ക് വേണമെങ്കിലും നിർദ്ദേശം സമർപ്പിക്കാമായിരുന്നു. അത് ഇനി നീട്ടുകയാണ്. സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം കൂടിയാണ് നീട്ടാൻ കാരണമുണ്ടായത്. അതായത് കൂടുതൽ സമയം നൽകണം എന്നുള്ള കാര്യം കൂടി. ഇതിനോടകം തന്നെ 2.5 ലക്ഷത്തിലധികം അപേക്ഷകൾ ഇത്തരത്തിൽ വന്നിട്ടുണ്ട്. അത് ആളുകൾ നേരിട്ടും രാഷ്ട്രീയ പാർട്ടികൾ CPI ML-ഉം RJD-യും BJP-യുമാണ് 3 രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരത്തിൽ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത്. ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന ദിവസം വരെ നമുക്കറിയാം നവംബർ മാസത്തിലായിരിക്കും ബീഹാർ തിരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ പോകുന്നത്. അതിന് ഒരു മാസം മുന്നോടിയായി ഒക്ടോബറിലായിരിക്കും പ്രഖ്യാപനം വരിക. ആ ഒക്ടോബർ വരെയും പ്രഖ്യാപനം വരെയും എന്തായാലും ആളുകൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെ ജില്ലാ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുകളുടെ എല്ലാം വെബ്സൈറ്റിലും നേരിട്ടും ഈ അപേക്ഷകളും പരാതികളും സമർപ്പിക്കാം. തിരുത്തലുകളെല്ലാം തന്നെ എന്തായാലും പട്ടികയിൽ വരുത്താനും സാധിക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം.